ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് പാലാരൂപതയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഉള്ളനാടെന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൻ്റെ ജീവിതത്തിൽ വളർന്നാൽ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് ദൈവം പഠിക്കാനും അതോടൊപ്പം തന്നെ ശുശ്രൂഷകൾക്കുമായി അയക്കുകയും പഠിച്ചിടത്തൊന്നും തുലനം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ദൈവം വളർത്തുകയും വിദ്യാഭ്യാസം എന്നത് പാവപ്പെട്ടവനും അർഹതപ്പെട്ടതാണെന്നും ആ ദൈവസ്നേഹം വിദ്യാഭ്യാസത്തിലൂടെയും അനേകർക്ക് നൽകണമെന്നും പറഞ്ഞ ചാവറയച്ചൻ്റെ പിൻഗാമിയുമായ റെവറൻ ഡോക്ടർ ജെയിംസ് മാത്യു CMI പാമ്പാറ. നമുക്ക് പരിചയപ്പെടാം അച്ഛനെ. ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം അച്ഛൻ. അച്ഛാ, ഞാൻ പലപ്പോഴും അച്ഛൻ്റെ രചനകളിലൂടെ അതോടൊപ്പം തന്നെ അച്ഛനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ച സമയത്തൊക്കെ മനസ്സിലായത് ഏറ്റവും ചെറിയൊരു ഗ്രാമമാണ് പാലാരൂപതയുടെ ഉള്ളനാട് പ്രിവിത്താനം എന്നൊക്കെ പറയാം. അവിടെയാണ് ജനിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ നിയോഗം വലുതായിരുന്നു. പഠിക്കാനുള്ള അവസരം, പഠിച്ചിടത്തൊന്നും തുലനം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്കോളറായിട്ട് തന്നെ ദൈവം നിലനിർത്തി എന്ന് വിശ്വസിക്കുന്നു. കുടുംബത്തെയും പേരൻസിനെയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും സന്തോഷമേ ഉള്ളൂ. ഉള്ളനാട് എന്ന് പറയുന്നത് പാലായിൽ നിന്ന് 4-5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു സ്ഥലമാണ് ഉള്ളനാട് പ്രവിത്താനം. പ്രവിത്താനം ഇടവയിലാണ് എൻ്റെ ചാച്ചൻ്റെ മാമോദീസ. അതിനുശേഷം ഉള്ളനാട് ഞങ്ങളുടെ കുടുംബം ആരംഭിക്കുന്നു. ഞാൻ ഉള്ളനാട്ടിൽ അധികം കാലം ഉണ്ടായിരുന്നില്ല. 6 വയസ്സായപ്പോഴത്തേനും ഉള്ളനാട്ടിൽ നിന്ന് കുടയത്തൂർ എന്നുള്ള സ്ഥലത്തേക്ക്, തൊടുപുഴ മൂലമറ്റം റൂട്ടിലെ കുടയത്തൂർ എന്ന സ്ഥലത്തേക്ക് മാറുന്നുണ്ട്. അതിനു മുമ്പ് ഒരു വലിയ സംഭവം നടന്നത് ചാച്ചൻ്റെ മരണമാണ്. എനിക്ക് 2 വയസ്സുള്ളപ്പം, ചേട്ടന് 6 വയസ്സുള്ളപ്പം, അമ്മയ്ക്ക് 26 വയസ്സുള്ളപ്പം ആ കാലത്തിലാണ് ചാച്ചൻ്റെ മരണം. അതിനുശേഷം അമ്മയും ഞങ്ങൾ 2 കൊച്ചുമക്കളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം, ഇടത്തരം കുടുംബം എന്ന് പറയാം. സാമ്പത്തികമായിട്ട് ഒത്തിരി ഉന്നത നിലയല്ല, എന്നാൽ തീരെ ബുദ്ധിമുട്ടില്ല. സ്വന്തമായിട്ട് സ്ഥലമുണ്ട്, അതിൽ കൃഷിയുണ്ട്, റബ്ബറുണ്ട്, അങ്ങനെ പല ആദായങ്ങളുമുണ്ട്. അപ്പോൾ ചാച്ചൻ മരിച്ചു കഴിഞ്ഞിട്ട് അമ്മയുടെ നാടാണ് കുടയത്തൂർ. ഞങ്ങൾ ഇവിടുത്തെ സ്ഥലം വിറ്റ് കുടയത്തൂർക്ക് പോവുകയാണ്. അപ്പോൾ 2ാം ക്ലാസ് വരെ ഞാൻ ഉള്ളനാട് പഠിച്ചു. അതിനുശേഷം കുടയത്തൂർ ചെല്ലുന്നു. അവിടെ കുടയത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് തുടർ വിദ്യാഭ്യാസത്തിൻ്റെ നല്ല ഭാഗവും. അങ്ങനെ 10ാം ക്ലാസ് കഴിയുന്നു. 10ാം ക്ലാസ് സ്കൂളിൽ ആണുങ്ങളുടെ ടോപ്പറാണ്, പെൺകുട്ടിയിൽ വേറെ ഒരാളുണ്ട്, അതിലും മാർക്ക് കിട്ടിയത്. അതിനുശേഷം അന്ന് ഞാൻ സെമിനാരിൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും അമ്മയും ചേട്ടനും സമ്മതിക്കാഞ്ഞുകൊണ്ട് വീണ്ടും +2 പോവുകയാണ് ചെയ്തത്. അന്നത്തെ പ്രീ ഡിഗ്രിയാണ്. അത് പാലായിലാണ്, സെൻറ് തോമസ് കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. പക്ഷേ അന്നും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എന്നെ കർത്താവ് വിളിക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് ഹോസ്റ്റൽ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം സ്ഥിരമായിട്ട് എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോവുകയും കുർബാന കാണുകയും കുർബാനയ്ക്ക് കൂടുകയും ചെയ്തിരുന്ന ആളാണ് ഞാൻ. കുടയത്തൂരായിരുന്നപ്പം ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം ഹോസ്റ്റലിൽ നിന്നും കുർബാനയുണ്ട്. അവിടെയും കുർബാനയൊന്നും മുടക്കിയിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിൽ ആ കാലഘട്ടത്തിലാണ് 79-81 കാലഘട്ടത്തിലാണ് പാലായിലൊക്കെ കരിസ്മാറ്റിക് പ്രസ്ഥാനം ആക്റ്റീവായിട്ട് വരുന്നത്, ഒരു ഫാദർ ജീനോയുടെയൊക്കെ. അപ്പോഴേക്കും കരിസ്മാറ്റിക് ധ്യാനത്തിലും കൂടുന്നുണ്ട്, അതിൻ്റെ പ്രാർത്ഥനകളിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൺവിക്ഷൻ, എന്നെ കർത്താവ് വിളിക്കുന്നുണ്ട് എന്നുള്ള കൺവിക്ഷൻ മുറുകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ വീട്ടിൽ സമ്മതിക്കില്ലെന്നറിയാം. അതുകൊണ്ട് ഹോസ്റ്റലിലായിരിക്കുന്ന കാലത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. 2ാം വർഷമായപ്പോഴത്തേനും നോക്കിക്കൊണ്ടിരുന്നു. ഏത് സഭയിലാണ് ചേരേണ്ടത്? ഒരു സന്യാസ സഭയിൽ ചേരണം എന്നുള്ളതാണ്, മിഷനിലേക്ക് പോകണം എന്നുള്ളതാണ് ചിന്ത. അപ്പോൾ ജെസ്യൂട്ട്സ് എന്ന് കേട്ടിട്ടുണ്ട്. അയൽവക്കത്തൊക്കെ ജെസ്യൂട്ട് അച്ഛന്മാരുണ്ട്. CMI സഭ അറിയാം, കാരണം സ്വന്തത്തിൽപ്പെട്ട അച്ഛന്മാരുണ്ട് CMI സഭയിൽ. സലേഷ്യൻ സഭ അറിയാം, സലേഷ്യൻ സഭയിലും സ്വന്തത്തിൽപ്പെട്ട അച്ഛന്മാരുണ്ട്. ഇതിലേതിലെങ്കിലും ഒന്ന് ചേരണം. പക്ഷേ എവിടെ അഡ്രസ്സ് കിട്ടും? ഇവരോട് ആര് പറഞ്ഞാലും വീട്ടിൽ പറയും അനുവാദം കിട്ടില്ല എന്നുള്ളതാണ് ചിന്ത എൻ്റെ തലയിലിരിക്കുന്നത്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ് നോ പറഞ്ഞെങ്കിൽ പ്രീ ഡിഗ്രി കഴിയുമ്പോഴും നോ പറയാനാണ് സാധ്യത. പറഞ്ഞു വീട്ടിലുള്ളവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്, എന്നെ ഡോക്ടറാക്കണമെന്നൊക്കെയാണ് അവരുടെ ചിന്ത. കാരണം പഠിക്കുന്നുണ്ട്, അന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രീ ഡിഗ്രി പരീക്ഷ എടുക്കുന്ന സമയത്ത് ദീപിക പത്രത്തിലൊരു പരസ്യം. അത് CMI സഭയുടെ കോട്ടയം പ്രൊവിൻസിൻ്റെ ആയിരുന്നു. വീട്ടിലൊന്നും പറയാതെ ഇൻലൻഡ് വാങ്ങി എഴുതി വീട്ടിലെ അഡ്രസ്സാണ് വെച്ചത്. ഏതായാലും ഭാഗ്യത്തിന് ഞാൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴാണ് അതിൻ്റെ മറുപടി CMI സഭയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇന്ന ദിവസം പാലാ കുവൈന്തയിൽ ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. അപ്പോഴും ഇൻ്റർവ്യൂവിൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞാൽ പ്രശ്നമാകുമെന്നറിയാം. എൻ്റെ അങ്കിളച്ഛൻ പാലായിലുണ്ട്, പാലാ രൂപതയിൽപ്പെട്ടതാണ്. ഞാൻ നേരെ പോയി അങ്കിളച്ഛനെ കണ്ടു. അച്ഛനോട് പറഞ്ഞു എൻ്റെ കൂടെ വന്ന് ഇൻ്റർവ്യൂവിന് വരണം. എന്തേ വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കുമെന്ന് അറിയത്തില്ല, ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജയിച്ചാൽ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അതിൽ അച്ഛൻ കൂട്ടത്തിൽ പോന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞു. അവർ വിവരം അറിയിച്ചേക്കാമെന്ന് പറഞ്ഞു.
പിന്നെ അടുത്ത കാർഡാണ് വരുന്നത്. ഭാഗ്യത്തിന് അതും ഞാൻ വീട്ടിലുള്ള സമയത്ത് എൻ്റെ കയ്യിലാണ് പോസ്റ്റ്മാൻ കാർഡ് കൊണ്ടുവന്നിരുന്നത്. ഇന്ന ദിവസം വന്ന് ജോയിൻ ചെയ്യാമെന്ന്. ഇനി വീട്ടിൽ പറയാതിരിക്കാൻ പറ്റില്ല, പറഞ്ഞു. ചേട്ടൻ വളരെ ശക്തമായിട്ട് എതിർത്തു. അമ്മയ്ക്ക് എതിർപ്പുണ്ടെങ്കിലും 2 വർഷത്തെ എൻ്റെ ഈ പറച്ചിലൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇനി എതിർത്തിട്ട് കാര്യമില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് അങ്ങനെ പോകാൻ താല്പര്യമാണെങ്കിൽ ഞാൻ എതിര് നിൽക്കുന്നില്ല. അങ്ങനെ ചേട്ടൻ്റെ എതിർപ്പോടുകൂടി തന്നെ അമ്മ എന്നെ കൂട്ടത്തിൽ വന്ന് പൂഞ്ഞാറിലാണ് ആദ്യം വന്ന് ചേരുന്നത്. അങ്ങനെയാണ് സന്യാസഭയിലേക്കുള്ള വരവ്. പ്രീ ഡിഗ്രിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. പക്ഷേ മാർക്കിലൊന്നും അല്ല ഞാൻ എൻ്റെ നോട്ട് വരുന്നത്. കാരണം കർത്താവ് എന്നെ വിളിക്കുന്നു എന്നുള്ള ഒരു ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് പാലായി കോയന്തി ചോദിച്ചു, എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് ആഗ്രഹിക്കുന്നത് എങ്ങോട്ട് വിട്ടാലും, ആഫ്രിക്ക ആണേലും അമേരിക്ക ആണേലും സൗത്ത് ആഫ്രിക്ക ആണേലും വടക്കേ ഇന്ത്യ ആണേലും കേരളത്തിലാണേലും എവിടെയും കർത്താവ് പറയുന്ന ഏത് ജോലിയും ഞാൻ തയ്യാറാണ്. അപ്പോൾ നല്ല മാർക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുക, അതാണേലും കുഴപ്പമില്ല, കോളേജ്, അങ്ങനത്തെ ചിന്തയൊന്നും എനിക്കില്ല. എന്നെ കർത്താവ് വിളിക്കുന്നുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട്. എനിക്ക് കർത്താവിൻ്റേതായിട്ട് കർത്താവ് പറയുന്നത് ചെയ്യണം. ഇപ്പോൾ CMIS എൻ്റെ സ്വന്തപ്പെട്ടവരുണ്ട്, ഇന്ന ആൾക്കാരൊക്കെ CMIS വരുവാണ്. എന്നിട്ട് എന്ത് അവരോട് പറയാഞ്ഞ്? അവരോട് പറഞ്ഞാൽ വീട്ടിൽ പറയും, വീട്ടിൽ നിന്ന് എതിർപ്പ് വരുമെന്നുള്ള പേടി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇതൊക്കെ പറഞ്ഞാണ് സഭയിൽ വന്നത്. സഭയിൽ വന്നിട്ട് ഇത്രയും കാലം 81 പ്രീ ഡിഗ്രി കഴിഞ്ഞ് സഭയിൽ വന്നതാണ്. എന്നിട്ട് ഇത്രയും കാലം ഇപ്പം 41 വർഷം കഴിയുന്നു. അതിൽ ഒരു കാലത്തും തിരിച്ചു പോകുന്നതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം കർത്താവ് അതിനുശേഷം എന്നെ അതിലും വളരെയധികം വളർത്തുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം അതുവരെ ഞാൻ ക്ലാസ്സിൽ ടോപ്പറായിരുന്നു, സ്കൂളിൽ രണ്ടാമനായിരുന്നു. സ്കൂളിൽ വന്നത്, കോളേജ് വന്നപ്പം കോളേജിലും ടോപ്പറൊന്നുമല്ല, പക്ഷേ എന്നാലും വളരെ നല്ലത്. പക്ഷേ സഭയ്ക്കകത്ത് വന്നിട്ട് കർത്താവിൻ്റേതായി തീർന്ന ശേഷം ഞാൻ എന്നും ടോപ്പർ തന്നെയായിരുന്നു. അത് പഠനത്തിൻ്റെ ലോകത്തിൽ. പക്ഷേ ബാക്കി ലോകത്തിലൊന്നും ഞാൻ ഒരു പരിധി കൂടി ശ്രദ്ധിച്ചില്ല എന്നുള്ള വാസ്തവം. ഡിഗ്രി പഠനമൊക്കെ വന്നാൽ ഞാൻ കോളേജിൻ്റെ ബാസ്ക്കറ്റ്ബോൾ ടീമിലെ ഫസ്റ്റ് 5 കളിച്ചിട്ടൊക്കെ ഉണ്ട്. ഷട്ടിലിന് കോളേജിൽ കിട്ടിയിട്ടുണ്ട്, സമ്മാനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും എൻ്റെ ഫോക്കസ് ഇല്ലായിരുന്നു. പാട്ടും ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല, അത്യാവശ്യം കുർബാന പാട്ടൊക്കെ പാടുന്നേ ഉള്ളൂ. പക്ഷേ പഠനം, ക്ലാസ്, ടോക്കുകൾ, ഇതിനകത്ത് എനിക്കും അത് ഇഷ്ടമാണ്. കർത്താവ് ആ ഫീൽഡിലൂടെ എന്നെ ഒത്തിരി വളർത്തുന്നുണ്ട്, ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നു. വായനയാണ് എൻ്റെ ലോകം. അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് എനിക്കുള്ള വീക്ക്നെസ് പുസ്തകങ്ങളാണ്. കിട്ടുന്ന പുസ്തകങ്ങൾ അത് കാനനിലോ മാത്രമല്ല ഞാൻ വാങ്ങുന്ന, തിയോളജിയും അതുപോലെ മറ്റ് ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരായണ ഗുരുസ്വാമിയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ സ്പിരിച്വൽ മാത്രമല്ല വായിക്കുന്നത്, നമ്മുടെ നാടിനെ പറ്റി മനസ്സിലാക്കാനും. പ്രത്യേകിച്ച് ഞാൻ ചാവറപിതാവിൻ്റെ പോസ്റ്റ്ലേറ്ററായിരുന്നു റോമിലെ. അപ്പോൾ ചാവറപിതാവിനെ പറ്റി പറയുമ്പോൾ നവോത്ഥാന നായകൽ ഒന്നാമെന്നുള്ള രീതിയിൽ ഞാൻ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പം തോന്നി മറ്റ് നവോത്ഥാന നായകരെ പറ്റിയും കൂടെ ഒന്ന് പഠിക്കണമല്ലോ. അപ്പോൾ വായനയുടെ ലോകം, അറിവിൻ്റെ ലോകം, അത് വായിക്കുക, അറിവ് പങ്കുവെച്ച് കൊടുക്കുകയും ചെയ്യാം. ആ പങ്കുവെച്ച് കൊടുക്കുന്നതിനകത്ത് ക്ലാസ്സുകളുണ്ട്. അതിനേക്കാളും എനിക്കിഷ്ടമുള്ള ധ്യാന പ്രസംഗങ്ങളുണ്ട്. ഞാൻ പോപ്പുലർ റിട്രീറ്റുകാരനല്ല. ഞാൻ സിസ്റ്റേഴ്സിനോ വൈദികർക്കൊക്കെയാണ് കൂടുതൽ ധ്യാനം കൊടുക്കുന്നത്. ഇടവ ധ്യാനവും കൊടുത്തിട്ടുണ്ട്. പഴയ ട്രഡീഷണൽ ശൈലിയിലുള്ള ധ്യാന പ്രസംഗക്കാരനാണ് ഞാൻ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന എന്താണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മനനം ചെയ്ത, ഞാൻ ധ്യാനിച്ച, ഞാൻ മനസ്സിലാക്കിയ കർത്താവിനെ എന്നെപ്പോലെ തന്നെ സന്യാസ ജീവിതം നയിക്കുന്നവർ, അല്ലെ വൈദിക ജീവിതം നയിക്കുന്നവർ, അവരെ അല്പം കൂടെ ഒന്ന് ചിന്തിപ്പിക്കുക, അല്പം കൂടെ കർത്താവിലേക്ക് അടുപ്പിക്കുക, അവരുടെ കമ്മിറ്റ്മെൻ്റ് അല്പം കൂടെ ആഴപ്പെടുത്തുവാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം അച്ഛൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ കേട്ടത്. ഇനി തീർച്ചയായിട്ടും എനിക്ക് അറിയേണ്ടത്, പഠനം, വിദേശത്ത് പഠിച്ചു, ഒരു പക്ഷേ അത്ര ഫെമിലിയർ അല്ലാത്ത, അല്ലെങ്കിൽ അച്ഛന്മാർ അന്നത്തെ കാലത്ത് ഇറങ്ങാൻ സാധ്യതയില്ലാത്ത പീനലിലോ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സെലക്ഷൻ വന്നേ? അതിൻ്റെ അകത്ത് അർത്ഥം തന്നെ ശിക്ഷാ നിയമമാണ്. ശിക്ഷാ നിയമത്തെപ്പറ്റി കൂടുതൽ പഠിച്ച് അതിന് റിസർച്ച് നടത്തി അതിൽ ഡോക്ടറേറ്റ് എടുക്കുക, അതിനകത്ത് അച്ഛന് കൃത്യമായൊരു ഉദ്ദേശം തന്നെ ഒരു പക്ഷേ കാണുമ്പോൾ, അതായത് ശിക്ഷാ നടപടികളെ പറ്റി അവയർനെസ് ജനങ്ങൾക്ക് കൊടുക്കാം, അതുപോലെ ക്രിമിനൽ ആക്ടിവിറ്റീസിനെതിരെ നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാമോ, അത് സാധാരണക്കാരന് നീതി കിട്ടാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയാണോ? എനിക്ക് തോന്നുന്നത് ഇത് അയർലൻഡിലെ കിങ് വില്യം, അല്ലേ, അത് അദ്ദേഹത്തിൻ്റെ വില്യം ഓഫ് ഓറഞ്ച് എന്ന് പറയുന്ന ആൾ ആ കാലഘട്ടത്തിലാണ് ഇത് പീനൽ ലോയെ പറ്റി ഒരു ആക്ഷൻ തന്നെ ഉണ്ടായെന്ന് എൻ്റെ ഒരു അറിവ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം എടുക്കുകയും പഠിക്കുകയും അതിനുവേണ്ടി സമയം ചെലവഴിക്കാനും അച്ഛന് ഒരു ധാരണയുണ്ടായത്? നല്ല ചോദ്യമാണ്. എനിക്കതൊരു സന്തോഷം തോന്നി അങ്ങനെ ഒരു ചോദ്യം വന്നതിൽ തന്നെ. അതിനകത്തും എൻ്റേതായിട്ടുള്ളൊരു വിഷൻ ഉണ്ട്. പക്ഷേ പറഞ്ഞു തുടങ്ങുമ്പോൾ അല്പം കൂടെ പുറകോട്ട് പറയാനുണ്ട്. ഞാൻ 86-89 കാലഘട്ടത്തിൽ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ
കുറവലിങ്ങാട് ദേവമാതാ കോളേജിൽ പഠിച്ച് BSc സുവോളജി ഫസ്റ്റ് റാങ്ക്, യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് കിട്ടുക. ആ യൂണിവേഴ്സിറ്റി റെക്കോർഡ് മാർക്കാണ്. എൻ്റെ റെക്കോർഡ് 10-15 വർഷത്തേന് ആരും ബ്രേക്ക് ചെയ്തിട്ടുമില്ല. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സുവോളജിയിൽ MSc ചെയ്യണം, പറ്റിയ PhD ചെയ്യണം, ഞങ്ങളുടെ തന്നെ കോളേജുണ്ട്, അവിടെ പഠിപ്പിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അധികാരികളോട് പറഞ്ഞിരുന്നു, ഇപ്പം ഞങ്ങളുടെ അന്നത്തെ കാലഘട്ടത്തിൽ ഡിഗ്രി കഴിഞ്ഞാൽ റീജൻസി കഴിഞ്ഞാൽ തിയോളജിക്ക് പോക്ക്, തിയോളജി കഴിഞ്ഞ് പട്ടം കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഹയർ സ്റ്റഡീസ്. അപ്പോൾ അന്നത്തെ പ്രൊവിൻഷ്യൽ പറഞ്ഞു പട്ടം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഹയർ സ്റ്റഡീസിന് വിടാം. പക്ഷേ ആ സമയപ്പോഴത്തേനും CMI സഭയുടെ അധികാരികൾ, ജനറാളച്ചൻ തൊട്ടുള്ള വലിയ അധികാരികൾ തീരുമാനിച്ചു എന്നെ റോമിന് വിട്ട് കാനൻ ലോ പഠിപ്പിക്കണമെന്ന്. അത് ആദ്യം എനിക്ക് ഇച്ചിരി വിഷമമുള്ളൊരു കാര്യമായിരുന്നു. കാരണം തിയോളജി പഠിച്ചിരുന്ന കാനൻ ലോയ്ക്കും ടോപ്പ് മാർക്ക് എനിക്കായിരുന്നു, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത വിഷയമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് സുവോളജി പഠിക്കാനാണ് ഇഷ്ടം, സയൻസ് പഠിക്കാനാണ് ഇഷ്ടം, അതിന് വിടുന്നില്ലെങ്കിൽ അധികാരികളുടെ ഏത് തീരുമാനം ഞാൻ അനുസരിക്കും. പക്ഷേ എൻ്റെ ആഗ്രഹം ഒന്നെങ്കിൽ ചർച്ച് ഹിസ്റ്ററി, അല്ലെങ്കിൽ ലിറ്ററേച്ചർ പഠിക്കണം, അല്ലെങ്കിൽ ബൈബിൾ പഠിക്കണം. ഈ 3 വിഷയത്തിൽ ഏതാണെങ്കിലും എനിക്ക് സന്തോഷമായിരുന്നു. അപ്പോൾ ജനറാളച്ചനും പ്രൊവിൻഷ്യലച്ചനും ഇറങ്ങിയ ഒരു ടീമുണ്ട്, അവർ 5 പേര്, അവർ ഒന്നിച്ചുകൂടിയാണ് തീരുമാനമെടുത്തത്. ജനറാളച്ചൻ പറഞ്ഞു സഭയുടെ ആവശ്യം നല്ലൊരു കാനനിസ്റ്റിനെയാണ്. നമുക്കിപ്പോൾ CMI സഭയിൽ നല്ലൊരു കാനനിസ്റ്റ് ഇല്ല, അതുകൊണ്ട് സഭയ്ക്ക് ആവശ്യം അതാണ്. ജെയിംസിന് മനസ്സ് വെച്ചാൽ ഇതും പഠിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഇത് ദൈവഹിതമായിട്ട് എടുക്കുക. ഞാൻ ആദ്യം എന്നിട്ട് അല്പം ഒന്ന് വിഷമിച്ചു. ഞാൻ എൻ്റെ ഏറ്റവും സ്നേഹിക്കുന്ന, എന്നെ നന്നായിട്ട് അറിയാവുന്ന ജോസഫ് പാത്രവാങ്കൽ എന്നൊരു വലിയ ബൈബിൾ പ്രൊഫസറുണ്ട്, അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, അച്ഛാ എന്നോടിങ്ങനെ കാനല്ലോ പഠിക്കാനാണ് പറയുന്നത്, എനിക്ക് മനസ്സുകൊണ്ട് ഒട്ടും അടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ജോസഫ് പാത്രവാങ്കച്ചൻ പറഞ്ഞു ജെയിംസിനെ എനിക്കറിയാം, ജെയിംസ് ബൈബിളിനോട് ഇത്രയും താല്പര്യമുള്ളതെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ചണ്ടാളച്ചനോട് പോയി പറയാം, പക്ഷെ അതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു ചരിത്രം പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അന്നത്തെ കാലത്ത് പട്ടം കിട്ടുന്ന സമയത്ത് എനിക്ക് എപ്പോഴും പനിയും ജലദോഷമായിരുന്നു, ആരോഗ്യം ഒട്ടുമില്ലാഞ്ഞു. അപ്പോഴാണ് എന്നോട് പറയുന്നത് റോമിൽ പോയി ബൈബിൾ പഠിക്കണമെന്ന് പറയുന്നത്. അന്ന് കപ്പലേ പോകണം, റോമിൽ മുഴുവൻ തണുപ്പാണ്, എനിക്ക് എപ്പോഴും പനിയും ജലദോഷമാണ്, എനിക്കാകെ പേടിയായി. പിന്നെ എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്ര അകലെ പോയാൽ കപ്പലിൽ പോയാൽ എത്ര വർഷം കഴിഞ്ഞാൽ വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമായി. ഞാൻ വീട്ടിൽ ചെന്നു, അമ്മയോട് പറഞ്ഞു, അമ്മ എന്നോടിങ്ങനെ റോമിൽ പോയി പഠിക്കാനാണ് അധികാരികൾ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പറഞ്ഞ അമ്മ പറഞ്ഞു അധികാരി പറഞ്ഞതാണോ, അത് നിൻ്റെ നന്മയ്ക്കാണ്, തിരിച്ചൊന്നും പറയണ്ടെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ബാക്കി അമ്മയോടൊന്നും പറയാൻ പോലും പറ്റിയില്ല. ഞാൻ അധികാരികളോടൊന്നും പറഞ്ഞില്ല, ഞാൻ റോമിന് പഠിക്കാൻ പോയി. ഇത്രയാണ് എൻ്റെ ചരിത്രം. ഇനി ജെയിംസ് പറയുന്നതനുസരിച്ച് ഞാൻ പോയി ചണ്ടാളച്ചനെ കാണാം. ഞാൻ പറഞ്ഞു കാണണ്ട. അങ്ങനെ ഇത് ദൈവഹിതമാണെന്ന് വിചാരിച്ച് റോമിന് പോയി. പക്ഷേ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തി. ഒരു കാര്യം പഠിക്കാൻ പോയാൽ അതിലെനിക്ക് ടോപ്പറാകാൻ ഇഷ്ടമാണ്, പിന്നെ ഒരു ചലഞ്ചാണ് അതിൻ്റെ മാക്സിമം പഠിക്കുക എന്നുള്ളത്, അതിലേക്കങ്ങ് ഇറങ്ങുക എന്നുള്ളത്. അങ്ങനെ റോമിൽ ചെന്നു. അവിടെ ലൈസൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്താണ് സ്പെഷ്യലൈസേഷൻ എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ കാനല്ലോ പുസ്തകത്തിനകത്ത് ശിക്ഷാ നിയമത്തിൻ്റെ ഒരു സെക്ഷനുണ്ട്, പീനൽ ലോ ഉണ്ട്, പീനൽ പ്രൊസീജിയറുണ്ട്, ശിക്ഷാ നിയമവും ശിക്ഷാ നടപടിക്രമമുണ്ട്. പക്ഷേ ഓറിയൻ്റൽ കാനൻ ലോയിലെ ആ ഭാഗം അതുവരെ ആരും പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെയൊരു സംഭവം മാർപ്പാപ്പ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സഭയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കണമെന്ന് ഓർത്ത് അതിനെപ്പറ്റിയുള്ള ആർട്ടിക്കിൾസും എല്ലാം കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതിൽ സ്പെഷ്യലൈസേഷൻ ആവശ്യമുണ്ട്. പക്ഷേ വീണ്ടും പ്രശ്നം, ഞാൻ അന്നത്തെ എൻ്റെ ചണ്ടാളച്ചനോട് പറഞ്ഞു പീനൽ ലോയാ ചെയ്യാമ്പോൾ എന്നാൽ ഞങ്ങളൊക്കെ ശിക്ഷിക്കാൻ വേണ്ടിയാണോ ഇത് പഠിക്കുന്നത്? ഇന്നത്തെ കാലത്ത് സത്യവും സ്നേഹമൊക്കെ നോക്കിയാൽ പോരെ, പണിഷ്മെൻറ്റും എല്ലാം എല്ലാവരും പഠിക്കുമെന്ന് ചോദിച്ചു. അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. പലരോട് ചോദിച്ചിട്ടും ഡിസ്കറേജ്മെൻറ്റ്. അവസാനം എന്നെ ഫിലോസഫി പഠിപ്പിച്ച വിനീത് വടക്കേത്തല എന്നുള്ളൊരു അച്ഛൻ്റെ അടുത്ത് വന്നു. വലിയ പ്രൊഫസറായിരുന്നു ഫിലോസഫിയിൽ, തത്വചിന്ത. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഈ വിഷയം എടുക്കാൻ ചിന്തിച്ചു, പക്ഷെ എല്ലാവരും എതിരാണ് പറയുന്നത്, അച്ഛൻ്റെ അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞു പാമ്പാറച്ചോ അങ്ങനെ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിക്കണം. പിന്നെ ഒന്ന് ഓർക്കുക, കർത്താവ് ശാന്തശീലനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വിനീത ഹൃദയനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും എൻ്റെ അടുക്കൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കർത്താവ് തന്നെ ചാട്ടയെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സത്യവും സ്നേഹവും എന്ന് പറയുന്നത് തലയിൽ കയറാത്തവരുടെ അടുത്ത് ചിലപ്പം ചാട്ട എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കണം. അങ്ങനെ ഒരേ ഒരാളുടെ എൻകറേജ്മെൻറ്റിലാണ് 95 റോമിൽ ചെന്നിട്ട് 96 ആയപ്പോഴത്തേനും ഞാൻ ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻ ലൈസൻഷ്യേറ്റ് ലെവൽ ആരംഭിക്കും. അതിനുശേഷം ഡോക്ടറേറ്റിൽ ആ ലെവലിൽ തന്നെ മുന്നോട്ട് പോയി. ഡോക്ടറേറ്റ് കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോഴും വേറെ ആരും ഇല്ല ഇന്ത്യയിൽ പീനൽ ലോയിൽ ഡോക്ടറേറ്റ് ചെയ്തവർ. ഓറിയൻ്റൽ കോഡിലെ പീനൽ ലോകത്തിലെ തന്നെ ആദ്യമായിട്ട് ഞാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ അപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ ഇത്രയേ ഉള്ളൂ. കർത്താവ് പറഞ്ഞ സത്യവും സ്നേഹവും നീതിയും, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക, അതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ ഇത് മനസ്സിലാകാത്ത ചിലർ അകത്തിരുന്നാൽ
അത് ക്യാൻസറാണ്. ചില സമയത്ത് ഇതാണ് അതിര്, ഇതിൻ്റെ അപ്പുറം നമുക്ക് പറ്റത്തില്ല. ഒന്നെങ്കിൽ അകത്ത് അല്ലെങ്കിൽ പുറത്ത്. ഇതിനാണ് എക്സ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, മകരവംശിഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് ശിക്ഷാ നടപടി. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നശിപ്പിക്കാനല്ല, അവരെ കൺവേർട്ട് ചെയ്യാൻ. അതിനേക്കാൾ ഉപരി അച്ഛൻ പറഞ്ഞപ്പോൾ ഓർക്കുകയാണ്, അതായത് ഒരു നിയമവുമില്ല, ഒരു നീതിയും നടപ്പാക്കണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ ജീവിക്കും മനുഷ്യർ? അപ്പോൾ നീതിയും നിയമവും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവും കൂടെയാണ്. പക്ഷേ പണ്ട് മോശയ്ക്ക് കൊടുത്ത അത്രയും കർശനമല്ലാതെ കർത്താവ് പറഞ്ഞു ആ സ്നേഹത്തിൻ്റെ നിയമം കൊടുത്തിട്ടുണ്ട്. അതനുസരിക്കുന്നില്ലെങ്കിൽ കൃത്യമായ നിയമം എടുക്കാനും കർത്താവിൻ്റെയും ഓർഡർ തന്നെ. അങ്ങനെയാണെങ്കിൽ പൗലോസ്ലീഹയൊക്കെ സുവിശേഷമായിട്ട് പോകുമ്പം ആ രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് തീർച്ചയായിട്ടും പ്രതിജ്ഞാബദ്ധരായിരുന്നു. അതുപോലെ ഈശോയും നിയമത്തിനനുസരിച്ച് ജീവിച്ച ആളല്ലേ ആ രാജ്യത്തിൻ്റെ. അല്ല, അവിടെയാണ് ഇന്നത്തെ നമ്മുടെ ദൈവശാസ്ത്രജ്ഞന്മാർ പോലും കർത്താവിനെ വെറും ഒരു റിബലായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിയമം ലംഘിക്കുന്ന കർത്താവ്, ശാപത്തിൽ ലംഘിക്കുന്ന കർത്താവ് ഇല്ല. കർത്താവിനെ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. നിയമത്തിൻ്റെ വള്ളിപുള്ളി മാറ്റാനല്ല, ഫുൾഫിൽ ചെയ്യാനാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിയമത്തിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കി ഈ എല്ലാ നിയമവും സ്നേഹത്തിൻ്റെ നിയമത്തെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയുള്ളതാണ്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ നിയമം മനസ്സിലാകാത്ത, തലേ കയറാത്ത, അതിനെ പല രീതിയിൽ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ സാമദാന ഭേദദണ്ഡമെന്ന് പറയും. നല്ല രീതിയിൽ ഉപദേശിക്കുക, ഇച്ചിരി ഗിഫ്റ്റ് തന്നു വേണേലും രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കുക, ഇല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് നോക്കുക. അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ അവസാനം ഇതേ പറ്റുള്ളൂ. അപ്പോൾ ലാസ്റ്റായിട്ട് ശിക്ഷാ നിയമം ഉണ്ടാവണം. അത് തന്നെയാണ് കാനൻ ലോയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് പൗരസ്ത്യ കാനൻ നിയമത്തിലുണ്ട് താനും. അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കി, അതിൻ്റെ ഉള്ളു മനസ്സിലാക്കിയ രണ്ട് ഗുണങ്ങളാണ്. ഇന്ന് രണ്ട് ടെൻഡൻസിയാണ്. ഒന്ന് കർത്താവിനെ റിബലായിട്ട് കാണുക, പണിഷ്മെൻ്റ് ഒന്നും പാടില്ല എന്ന് പറയും. മറ്റൊന്ന് തൊടുന്ന എല്ലാം പണിഷ്മെൻറ്റ്, അത് ഒരു ചാൻസ് കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, ഒരു അലഗേഷൻ വന്നാൽ പണിഷ്മെൻറ്റ്. ഇവിടെയാണ് ശിക്ഷാ നിയമത്തിൽ, പൗരസ്ത്യകാല നിയമത്തിലും പാശ്ചാത്യകാല നിയമത്തിലും രണ്ടിലും വളരെ വ്യക്തമായിട്ടുണ്ട്. ഒരു അലഗേഷൻ വന്നാൽ ഉടനെ പണിഷ് ചെയ്യാൻ പറ്റിയല്ല. ഇന്നസെൻ്റ് അണ്ടിൽ പ്രൂവൻ ഗിൽറ്റി, അത് ലോകം മുഴുവൻ അംഗീകരിച്ച പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഒരു അലഗേഷൻ വന്നാൽ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. അന്വേഷിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സത്യവും നീതിയും എല്ലാം മനസ്സിലാക്കണം, സാഹചര്യം എല്ലാം മനസ്സിലാക്കണം. അപ്പോൾ പണിഷ് ചെയ്യേണ്ടതാണെങ്കിൽ മാത്രം പണിഷ് ചെയ്യണം. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നാണെന്നറിയോ? ആൾക്കാരെ നശിപ്പിക്കാൻ വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണ്. എത്ര കുടുംബങ്ങളെ നമ്മൾ അലഗേഷൻ കൊണ്ട് നശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അലഗേഷൻ വന്നാൽ അന്വേഷിക്കണം, അന്വേഷിക്കാതെ ശിക്ഷിക്കാൻ പാടില്ല. പക്ഷേ ശിക്ഷിക്കേണ്ടതാണ്, ശിക്ഷിക്കുകയും വേണം. ഈ രണ്ട് എലമെൻറ്റും മനസ്സിലാക്കാത്തവരാണ് നമ്മുടെ സഭയ്ക്കകത്തുള്ളവർ, പുറത്തുമുള്ളവർ. അതുകൊണ്ടാണ് സഭയ്ക്കകത്ത് ചില അധികാരികൾ പറയുന്നത്, ഇത് ഞങ്ങളെല്ലാവരും ചേർത്ത് പിടിക്കാനും ഉദ്ദേശിക്കുന്നത്, ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഹിറ്റ്ലറെ ചേർത്ത് പിടിച്ചാൽ നടക്കുമായിരുന്നോ? അത് മനസ്സിലാക്കണം. അതേസമയം ചിലർ അറിയാതെ ചില തെറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ ഫ്രാജിലിറ്റി കൊണ്ട് ചില തെറ്റ് ചെയ്തു പോയി. ഇവിടെയാണ് നമ്മുടെ കർത്താവ് തന്നെ ഞാൻ നിന്നെ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞ ഭാഗം മനസ്സിലാക്കണം. ശരി പറഞ്ഞാൽ കർത്താവ് വിധിച്ചു. എന്നായിരുന്നു വിധി എന്നറിയോ? ഇനി അവൾ ചെയ്തത് പാപം എന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ കണ്ണിലേക്ക് നോക്കിയപ്പം കർത്താവ് അവിടെ ഒരു അനുതാപ കടൽ കണ്ടു. അപ്പോൾ ഇനി വേറെ ശിക്ഷ വേണ്ട. അപ്പോൾ അനുതപിക്കുന്നവർക്ക് പലപ്പോഴും ശിക്ഷ ആവശ്യമില്ല. പക്ഷെ അനുതപിക്കാതെ വീണ്ടും തെറ്റിൽ തന്നെ നിൽക്കുകയും ഞങ്ങളുടെ യൂണിയനാണ്, ഞങ്ങളുടെ ശക്തിയാണ്, ഞങ്ങളുടെ തോന്നിയാസേ ചെയ്യുള്ളൂ, ആരാ ചോദിക്കാമെന്ന് പറയുന്നവരെ പിന്നെ എന്നാ ചെയ്യണ്ടേ? ശിക്ഷിക്കണം. അതെ, കറക്റ്റാണ് അച്ഛൻ പറഞ്ഞ. അത് വചനത്തിന് ഒരു വള്ളി പുള്ളി മാറ്റമില്ലാതെ അച്ഛൻ പറഞ്ഞു. കാരണം ഈശോയുടെ ശിക്ഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുമ്പേ പറഞ്ഞതുപോലെയാണ്, അച്ഛൻ പറഞ്ഞതുപോലെ അനുതാപത്തിന്, അതായത് പാപികൾ മാനസാന്തരപ്പെടാൻ സാധ്യതയുള്ളവർ, അല്ലെങ്കിൽ ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ അതിനുള്ള ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അവരെ തള്ളിക്കളയാത്ത ക്രിസ്തുവും, എന്നാൽ അതേ സമയത്ത് തന്നെ ഞാൻ മിടക്കനാണെന്നും എൻ്റെ പദ്ധതിയാണ് ഏറ്റവും നല്ലതെന്ന് ഓർത്ത ഫരിസേയരെയും നിയമജ്ഞരെയും അന്നത്തെ വലിയ ആൾക്കാരെന്ന് ഓർത്തവരെയും മുൾമുനെ നിർത്തിയ കർത്താവും കൂടെ. അവരുടെ ഒരു ചോദ്യത്തിൻ്റെ മുന്നേ താന്ന കർത്താവല്ല. അതോടൊപ്പം തന്നെ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുന്നേ ചുങ്കക്കാരും വേശികളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പദ്ധതിയിട്ട് അന്നത്തെ ദൈവത്തിൻ്റെ നിയമങ്ങളെയോ അല്ലെങ്കിൽ മോശ കൊടുത്തതോ അല്ലെങ്കിൽ ഈശോ പറഞ്ഞതിനെയൊക്കെ ഖണ്ഡിക്കാൻ നിന്നവരായിരുന്നല്ലോ കുറച്ച് പേര്. എല്ലായിടത്തും കർത്താവിൻ്റെ പുറകെ നടന്ന് കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നവരെ, അവരുടെ എല്ലാം മുന്നേ തല കുനിച്ച ഒരു ക്രിസ്തുവിനെ നമ്മളും കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ട പോലെ എടുക്കേണ്ട സമയത്ത് എടുക്കണം, നീതി നടത്തേണ്ടടുത്ത് നടത്തണം. അത് രാജ്യമാണെങ്കിലും സഭയാണെങ്കിലും എന്നുള്ളത് അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മനസ്സിലാകുകയായിരുന്നു. വളരെ സന്തോഷം. ഇനി നമുക്ക് പോകേണ്ടത് അച്ഛാ, തിരിച്ച് ഞാൻ കുടുംബത്തിലേക്ക് തന്നെ വരിക. സാധാരണ ഒരു കുടുംബം, നല്ലൊരു കുടുംബം, പ്രാർത്ഥിക്കുന്ന കുടുംബം, വൈദികരും സന്യസ്തരും ഒക്കെയുള്ള കുടുംബം പാമ്പാറയിൽ
അമ്മ അപ്പം ചെറുപ്പത്തിലെ നഷ്ടമായി. പക്ഷേ അമ്മ വിശ്വാസത്തിൽ വളർത്തി, അതിനൊരു സംശയവുമില്ല. ആ വിശ്വാസം അച്ഛൻ ഇന്നും ശക്തമായിട്ട് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛനോട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നീട് കരസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ അച്ഛനെ പരിശുദ്ധാത്മാവുമായിട്ടും കൂടെ വലിയ യോജിപ്പ് നൽകി, അതിൻ്റെ ഒരു ജ്ഞാനവും കൂടെ കിട്ടി. അച്ഛൻ മുമ്പേ ആദ്യം പറഞ്ഞു ഞങ്ങളോട്, ആദ്യം പഠിച്ചപ്പം ഒരു നല്ല മാർക്കായിരുന്നെങ്കിൽ പിന്നീട് ദൈവത്തോട് ചേർന്ന് സഭയിലേക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ തുലനം ചെയ്യാൻ പറ്റിയാത്ത മാർക്കിലേക്ക് ദൈവം മാറ്റുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ചാവറ പിതാവിൻ്റെ വലിയൊരു ബ്ലെസ്സിങ് ഞങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം പിതാവിൻ്റെ ആഗ്രഹം പാവങ്ങളിലേക്ക് വിദ്യാഭ്യാസ ജ്ഞാനം അവരിലുള്ളതിനെ വളർത്താൻ അവർക്ക് സാധ്യത വാതിൽ തുറന്നു കൊടുക്കുക എന്നുള്ള, അൾത്താരയ്ക്കൊപ്പം ഏറ്റവും സാധാരണക്കാരനെ ചേർത്ത് വെച്ച ഒരു വിശുദ്ധൻ. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ആ ചാവറ പിതാവ് കണ്ട സ്വപ്നങ്ങളിലുമൊക്കെ നമുക്ക് എവിടം വരെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് അച്ഛാ? അല്ലെങ്കിൽ അവിടെ ഒരു കുറവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് അച്ഛൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും എനിക്ക് അതിനെപ്പറ്റി ഒത്തിരി സംസാരിക്കാനുണ്ട്. ഇങ്ങനെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ് തീരുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചാവറ ലെക്ചർ കൊടുക്കുന്നയാളാണ്, ചാവറ പിതാവിനെ പറ്റി പല ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളയാളാണ്. അതിനൊക്കെ ഉപരിയായിട്ട് 2004 തൊട്ട് 2007 വരെ റോമിൽ ചാവറ പിതാവിൻ്റെ പോസ്റ്റ്ലേറ്ററായിട്ട് CMI സഭയുടെ പോസ്റ്റ്ലേറ്റർ ജനറലായിട്ട് ജോലി ചെയ്ത ആളാണ്. ആ ഒരു 3 വർഷം ചാവറ പിതാവിനെ കൂടുതൽ അടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചിലവഴിച്ച കാലഘട്ടമാണ്. അപ്പോൾ ചാവറ പിതാവ് 1805 ജനിച്ചു, 1829 പട്ടം കിട്ടി, 1831 തന്നെ മാന്നാനത്ത് ഒരു ഗോവേന്ത ആരംഭിക്കുന്നു. 1833 തൊട്ടുള്ള സെമിനാരി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് 1846 തന്നെ 2 കാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന് സംസ്കൃത സ്കൂൾ തുടങ്ങുന്നു, ഒന്ന് പ്രസ് തുടങ്ങുന്നു. എന്താണ് ചാവറ പിതാവിൻ്റെ ഒരു വിഷനുണ്ട്, ജ്ഞാനക്കുരുടത്വം എന്നാണ് പറയുന്നത്. അതായത് ജ്ഞാനമില്ലെങ്കിൽ അന്ധതയാണ്. അപ്പോൾ അന്ധത മാറണം. അപ്പോൾ അന്ധത മാറണമെങ്കിൽ സ്കൂൾ തുടങ്ങണം. അപ്പോൾ സ്കൂൾ തുടങ്ങുമ്പോൾ അന്ന് പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് മലയാളം മീഡിയം സ്കൂൾ തുടങ്ങുക, പക്ഷെ അന്ന് ആ ഭാഗത്തെല്ലാം ഗുരുകുലങ്ങളായിട്ട് മലയാളം മീഡിയം സ്കൂളുണ്ട്. പിന്നെ ഒന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. പക്ഷേ കത്തോലിക്കരെ അന്ന് ഭരിച്ചിരുന്നത് ഇറ്റാലിയൻ മിഷണറിമാരാണ്. അവർക്ക് ഇംഗ്ലീഷിനെ പേടിയാണ്. ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആംഗ്ലിക്കൻ സഭയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അന്നിവിടെ ബ്രിട്ടീഷുകാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് കത്തോലിക്കർക്ക്, സുറിയാനിക്കാർക്ക് മാത്രമല്ല, ലത്തീൻ സുറിയാനി എല്ലാവർക്കും കത്തോലിക്കർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിരോധിച്ചിരുന്നു. അത് മഹറോൻ ശിക്ഷയുടെ കീഴിൽ തന്നെ നിരോധിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. പേരൻസിന് മഹറോൻ ശിക്ഷ കിട്ടും, മക്കളെ ഇംഗ്ലീഷ് സ്കൂളിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ ചാവറ പിതാവിന് ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങാൻ പറ്റും. അപ്പോൾ ചാവറ പിതാവ് കണ്ടുപിടിച്ച കാര്യമാണ്, എന്നാൽ നമുക്ക് സംസ്കൃത സ്കൂൾ തുടങ്ങാം. കാരണം അത് അന്ന് ഉന്നത കുലജാതർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്ന സാധനമാണ്. അവിടെ പാവപ്പെട്ടവനും അതുപോലെ തന്നെ മുതലാളിയും അതുപോലെ തന്നെ നീചജാതിക്കാരെന്ന് ലേബൽ ചെയ്തിരുന്ന അന്നത്തെ പാവപ്പെട്ടവനും അതുപോലെ തന്നെ ഉന്നത കുല എല്ലാവരും ഒന്നിച്ചൊരു ബെഞ്ചിലിരുന്ന് ഒന്നിച്ച് പഠിക്കുന്നൊരു വലിയ സ്വപ്നമാണ് അത്. എല്ലാവരെയും ഈക്വലായിട്ട് കാണുന്നൊരു സ്വപ്നം, തുല്യരായിട്ട് കാണുന്നൊരു സ്വപ്നം, ആ എല്ലാം ദൈവപിതാവിൻ്റെ മക്കളാണെന്നുള്ളത്. അങ്ങനെ തുടങ്ങിയതാണ് സ്കൂള്. ഇപ്പം 1846 വിചാരിക്കണം. അപ്പോൾ അന്ന് തുടങ്ങി വീണ്ടും 1866 ആകുമ്പോഴത്തേനും അദ്ദേഹം വികാരി ജനറലായിരുന്നപ്പം അദ്ദേഹം പള്ളിക്കൊരു പള്ളിക്കൂടം എന്നുള്ള കൽപ്പന അദ്ദേഹം എഴുതിയുണ്ടാക്കി, സ്വന്തം കൈപ്പടി എഴുതിയുണ്ടാക്കി. പക്ഷേ ബിഷപ്പ് അദ്ദേഹം അല്ലാത്തതുകൊണ്ട് ബിഷപ്പിനെ കൊണ്ട് ഉപ്പ് വാങ്ങി. അതാണ് ബിഷപ്പിനെ കൊണ്ട് തുല്യം ചാർത്തി എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാ പള്ളികളിലേക്കും അയച്ചു. പള്ളിക്കൊരു പള്ളിക്കൂടം ഉണ്ടാക്കിയില്ലേ പള്ളിക്ക് അച്ഛനെ തരില്ല. അപ്പോൾ ജനങ്ങൾക്കന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം അത്ര അറിയില്ല, പക്ഷേ അച്ഛൻ്റെ ഗുണം അറിയാം. അപ്പം പള്ളിക്ക് അച്ഛൻ വേണം. അപ്പോൾ പള്ളിക്കൂടം ജനങ്ങളുണ്ടാക്കി. അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പലരും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് അത് ബിഷപ്പ് ഉണ്ടാക്കിയതാണ്. അന്നത്തെ OCD ബിഷപ്പുമാർ, കർമ്മലീത്ത ബിഷപ്പുമാർ ഇറ്റലിയിൽ നിന്ന് വന്നവരാണ്. OCDക്കാർ അവിടെയും സ്കൂൾ തുടങ്ങിയിട്ടില്ല, ഇവിടെ സ്കൂൾ തുടങ്ങിയിട്ടില്ല. ഇല്ല, അവരുടെ ലോകം അതല്ല. അവർ അമ്മത്രേസ്യായും ജോൺ ഓഫ് ദ ക്രോസിൻ്റെയും സ്പിരിച്വാലിറ്റി വരുന്നവർക്ക്, അവർക്ക് ആധ്യാത്മികത മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സ്കൂളുകൾ സുറിയാനി പള്ളികളിലുണ്ടായെങ്കിലും ഇവിടുത്തെ അന്നത്തെ ലത്തീൻ പള്ളികളോട് ചേർന്ന് അന്ന് സ്കൂൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ചാവറച്ചൻ്റെ ആ കൺട്രിബ്യൂഷൻ ആരും ക്രിട്ടിസൈസ് ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിലും ഈ കഴിഞ്ഞൊരു 10 വർഷം കൊണ്ടാണ് ഈ ക്രിറ്റിസിസമൊക്കെ വന്നത്, അല്ലെ ഒരു 20 വർഷം. അതിനു മുമ്പ് ആരും ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. ചാവറച്ചൻ്റെ ബെയാറ്റിഫിക്കേഷൻ്റെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ച സമയത്ത് ഒരു ക്രിറ്റിസിസവും ഇല്ല. ഞാൻ റോമിൽ 2004 ഈ ചാർജ് എടുത്ത് ആ കാലഘട്ടത്തിലാണ് ക്രിറ്റിസിസം വന്നു തുടങ്ങിയത്. അപ്പോൾ റോമിൽ വാറ്റിക്കാനിൽ തന്നെ വിളിച്ച് വിശദീകരണം ചോദിച്ചു. ഓരോ തവണ ഇതിൻ്റെ വിശദീകരണങ്ങളെല്ലാം എവിഡൻസോടുകൂടി കൊടുത്ത മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ചാവറ പിതാവ് തുടങ്ങിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇന്ന് CMI സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. എത്ര മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ അബറേഷൻസ് ഉണ്ട്, ഉണ്ടാകാമെന്നല്ല ഉണ്ട്. എന്നിരുന്നാലും ഞാനൊരു ഗ്ലോബൽ പിക്ചർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ CMI സഭ ഇപ്പോഴും ഒത്തിരി മനുഷ്യർക്ക്, ഒത്തിരി കുട്ടികൾക്ക്, ഒത്തിരി യുവാക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ. ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. ഞാൻ
2007 തൊട്ട് 2017 വരെ അവിടുത്തെ ധർമാരം സെമിനാരിയിൽ പഠിപ്പിച്ചിരുന്നയാളാണ്. അപ്പോൾ ഞാൻ ഒട്ട് കണ്ടിരുന്ന തൊട്ടടുത്ത് ഒരേ ക്യാമ്പസിൽ എൻ്റെ മാനേജ്മെൻറ്റും ഞങ്ങൾ കോവേന്ത തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ധർമാരം കോളേജ് തന്നെയാണ്. അവിടുത്തെ ഫീസ് ഉൾപ്പെടെയുള്ള ഡിസിഷൻസ് ധർമാരം കമ്മ്യൂണിറ്റിയിലെ CMI അച്ഛന്മാർ ചേർന്ന് എടുക്കുന്നത്. ഞങ്ങളൊരു 15 അച്ഛന്മാർ അവിടെ വർക്ക് ചെയ്യുന്നെങ്കിൽ ഈ കോമൺ കമ്മ്യൂണിറ്റി എന്നാണ് ഇതിൽ. അപ്പോൾ അവിടെ ഓരോ വർഷവും ആ കാലഘട്ടത്തിൽ 6 തൊട്ട് 8 കോടി രൂപ വരെ ഫീസ് ആനുകൂല്യം കുട്ടികൾക്ക് കിട്ടിയിരുന്നു. എന്താണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ്റെ ക്രൈറ്റീരിയ? ടെസ്റ്റ്. ഇപ്പോൾ ടെസ്റ്റ് പാസ്സാകണം. ഇപ്പോൾ ബെസ്റ്റ് കുട്ടികൾ സെലക്ട് ചെയ്യപ്പെടുന്നു. ആ സമയത്ത് ഫീസിനെ പറ്റി ഒരു കുട്ടിയും ചിന്തിക്കേണ്ട. അവിടെ പോവുക, ആപ്ലിക്കേഷൻ കൊടുക്കുക, എൻട്രൻസ് ടെസ്റ്റ് എഴുതുക, സെലക്റ്റഡ് ആവുക, ചിലപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻ കാണും, പാനൽ ഡിസ്കഷൻ, അതിൻ്റെ എല്ലാത്തിനും കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് അടയ്ക്കുന്ന നേരത്ത് കാശില്ലെങ്കിൽ കാശില്ല എന്ന് പറഞ്ഞാൽ മതി. അവരുടെ ഒരു പാനൽ വീട്ടിൽ വന്ന് അന്വേഷിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും. ഡിസേർവിങ് ആണെങ്കിൽ കാശില്ലാത്തതിൻ്റെ പേരിൽ ആർക്കും അവിടെ പഠിക്കാൻ അവസരമില്ലാതെ വരില്ല. അങ്ങനെ ഒരു വർഷം 6 തൊട്ട് 8 വരെ, ഇപ്പോൾ അത് 10 കോടി വരെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇത്രയും സഹായം അവിടുന്ന് കൊടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് കൊടുക്കാൻ സാധിക്കുന്നത്? ഇത്രയും 10-20,000 പിള്ളേർ പഠിക്കുന്നത് ബാക്കിയുള്ളവരുടെ ഫീസിൽ നിന്ന് തന്നെയാണ് ഇത് പോകുന്നത്. പക്ഷേ നമുക്കൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയാൽ, ഒരു നല്ല ഫീസ് വാങ്ങിയാലും പാവപ്പെട്ടവരെ പഠിപ്പിക്കാൻ സാധിക്കും. തീർച്ചയായും. അപ്പോൾ അങ്ങനെ അവിടെ ചെയ്യുന്നുണ്ട്. മറ്റു പല സ്ഥലത്തും പാവപ്പെട്ട ഒത്തിരി കുട്ടികൾ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പോകുന്ന വളരെയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എന്നാൽ അവിടെ ഇവിടെയൊക്കെ പല അലഗേഷൻസ് കേൾക്കുന്നുണ്ട്. അതൊക്കെ അധികാരികൾ കണ്ട് മനസ്സിലാക്കി ഓരോന്നോരോന്നായിട്ട് മാറ്റുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും. പിന്നെ എപ്പോഴും പറയുമ്പം ഈശോയ്ക്ക് 12 പേരിൽ ഒരാളെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ പോലെ 2000 അച്ഛന്മാരുടെ CMI സഭയിൽ അവിടെ ഇവിടെയൊക്കെ ചില അബറേഷൻസ് വരുന്നുണ്ടെങ്കിൽ പതുക്കെ മാറ്റാന്നല്ലാതെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ചിന്തിക്കുന്നത് ടൂ മച്ച് ആയിരിക്കാം. അതെ അച്ഛാ, അത് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ 4 മക്കളുണ്ട്. അവരെ 4നെയും ഒരു കൺട്രോളിൽ ഒരേ റൂട്ടിൽ കൊണ്ടുപോകാൻ മാതാപിതാക്കന്മാർക്ക് പറ്റാത്ത ഒരു ലോകത്ത് ആയിരക്കണക്കിന് ആൾക്കാർ വിവിധ കുടുംബങ്ങളിൽ നിന്ന് വരുമ്പോൾ പല മിസ്റ്റേക്കും ഉണ്ടാകാം. അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് സാർവത്രികമാക്കി മാറ്റി സഭയുടെ മുഴുവൻ തിന്മയാക്കി മാറ്റുന്നതിനെ നമ്മൾ ഒരിക്കലും ഒരു നല്ലതിന് വേണ്ടിയാണ് നമ്മൾ ഓർക്കുന്നില്ല. നന്മയെ നമ്മൾ കാണുന്നു. ആ ചെയ്യുന്ന 100% 75% നിൽക്കുന്ന നന്മയായിരിക്കും. അതിന് ഇപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാനും അത്ഭുതത്തോടെ ചില കാര്യങ്ങൾ കേൾക്കുക. ഇത്രയും ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ, അവിടുത്തെ അഡ്മിഷൻ ഇങ്ങനെയാണ്. ഇത് ഒരു പക്ഷേ വിമർശിക്കപ്പെടുന്ന അനേകർക്ക് ഒരു പുതിയ അറിവ് തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ച് ചോദിച്ചു, എൻ്റെ മകൾക്ക് അടുത്ത വർഷം അവിടെ BCom അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അവൾക്കൊരു ഇപ്പം ഫസ്റ്റ് ഇയർ 90% മുകളിൽ മാർക്കുണ്ട്. സെക്കൻഡ് ഇയറും കൂടെ വരുമ്പോൾ ഒരു 95 ഒക്കെ എത്തുമായിരിക്കും. അവൾക്ക് കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പില്ല. BCom ആണ് അവിടെ ഏറ്റവും ഡിമാൻഡുള്ളത്. 96-97% ഒക്കെ ആകാം കട്ട് ഓഫ്. അതിലും മുകളിലോട്ട് പോകാം. കാരണം ഓരോ വർഷം വരുന്ന ആപ്ലിക്കേഷൻ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോഴത്തേനും അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള പിള്ളേർ അതുപോലെ ഇന്ത്യയിൽ നിന്ന് എല്ലായിടത്തു നിന്നും വരുമ്പം പിന്നെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഞാൻ അടുത്ത കാലത്ത് കേട്ടതാണ്, ഒരു വർഷം അവിടുത്തെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന 1 ലക്ഷത്തോളം പേരാണ്. നമുക്കൊരു 10,000 അഡ്മിഷൻ ഒരു വർഷം കാണും, ന്യൂ അഡ്മിഷൻ. അതിന് 1 ലക്ഷം വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ 10,000 കിട്ടും. അപ്പോൾ 90% പിണങ്ങുക. അതാണ് 90%ൻ്റെ എക്സ്പെക്റ്റേഷൻ പോകുമ്പോൾ അവർ വിചാരിക്കും ഇത് വേറെ എന്തോ രീതിയാണ്. വേറെ ഒരു രീതിയല്ല, പ്യുവർ മെറിറ്റാണ്. അവിടെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ക്യാഷ്ലെസ് ക്യാമ്പസാണ്. എല്ലാം ബാങ്ക് അക്കൗണ്ട് കൂടിയേ പോകുള്ളൂ. അതുകൊണ്ട് വേറെ ഒരു സംഭവം അവിടെ നടക്കില്ല. പുറപ്പാടിൻ്റെ പ്രേക്ഷകർ ഒരുപക്ഷെ പുതിയ അനേകം അറിവുകളും അതോടൊപ്പം തന്നെ ശരിക്കും ഒരു സ്കോളറിനോടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സഭയ്ക്ക് തന്നെ അനുഗ്രഹമാണ്, കത്തോലിക്ക സഭയ്ക്ക്. CMI സഭ എന്ന് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, കത്തോലിക്ക സഭയ്ക്ക് മുഴുവൻ. അച്ഛൻ പോയ വഴികൾ, പഠിച്ച വഴികൾ, ശുശ്രൂഷ ചെയ്യുന്ന വഴികളെല്ലാം നമ്മൾ ഒരു ചെറിയ സമയം കൊണ്ട് കേൾക്കുകയായിരുന്നു. അച്ഛനെ പറ്റി ഒരു ഡീറ്റെയിൽ ഫുള്ളായിട്ട് തരാൻ ഒരിക്കലും ഈ ഒരു എപ്പിസോഡ് കൊണ്ട് നമുക്ക് സാധിക്കില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലും നമ്മൾ മറക്കരുതാത്താണ്. ഒന്ന്, ദൈവം എനിക്ക് വേണ്ടി വാതിൽ തുറന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ ദൈവം സെലക്ട് ചെയ്തിരിക്കുകയാണ്. ആ സെലക്ഷൻ അച്ഛൻ്റെ മനസ്സിൽ എന്ന് തോന്നുന്നോ, ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തോന്നിയാൽ പ്രീ ഡിഗ്രിയിൽ അത് തുടർന്നുകൊണ്ട് പോകുന്നു. ഇപ്പോൾ 40 വർഷത്തിലേക്കായി സെമിനാരി ജീവിതത്തിലേക്ക് പോയിട്ട് വൈദികനായിട്ട് 30ലേക്ക് കയറുന്നു. അപ്പോൾ ഈ സമയത്തൊന്നും തിരിഞ്ഞ് ചിന്തിക്കാനോ അല്ലെങ്കിൽ ആ ദൈവം വിളിച്ച വിളിക്ക് ഒരു ഓപ്പോസിറ്റായിട്ട് നിൽക്കാനോ അച്ഛൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും അവസരം ഉണ്ടാകാതിൽ ദൈവത്തിന് നന്ദി പറയാണ്. അച്ഛനെ നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ചാവറപ്പിതാവിൻ്റെ ആ വലിയ മഹത്വം നമ്മൾ ലോകത്തിലേക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടവരാണ്. സഭയുടെ തിന്മ കണ്ടുപിടിച്ചതിനെ സാർവത്രികമാക്കി പ്രചരിപ്പിക്കുന്ന ഈ ലോകത്ത്
നമ്മുടെ വിശുദ്ധരും നമ്മുടെ ജീവിതങ്ങളും അനേകം വിശുദ്ധരായ വൈദികർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ഒരു സംശയവുമില്ല. അപ്പോൾ അവരുടെ എല്ലാം ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് നന്മയ്ക്ക് വേണ്ടി. അതിലൊരാളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. പഠിച്ചിടത്തും പഠിപ്പിച്ചിടത്തും എല്ലാം സ്കോളറായിട്ട് നിന്നുകൊണ്ട് ദൈവവിളിക്ക് വലിയ സ്ഥാനം കൊടുത്ത പാമ്പാറയച്ചൻ ഒരു ഗ്രാമത്തിൽ നിന്ന് ജനിച്ച് ലോകത്തിൻ്റെ മുന്നിൽ വലിയ സംഭാവനകൾ നൽകി സഭയെ സ്നേഹിച്ച് ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് വേണ്ടി രാവും പകലും അധ്വാനിക്കാൻ തയ്യാറായ വ്യക്തിത്വം. നമുക്ക് അച്ഛന് വേണ്ടിയും അതുപോലെ തന്നെ ഇതുപോലെ പ്രവർത്തിക്കുന്ന അനേകം വൈദികരും സന്യസ്തരെല്ലാം നമുക്കുണ്ട്. അഭിമാനിക്കാം, പ്രാർത്ഥിക്കാം. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു പ്രോഗ്രാമുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അച്ഛനും നന്ദി. താങ്ക് യു അച്ഛൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.